ഇന്ന് ഫെബ്രുവരി 4 ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട OTT റിലീസുകളും പുതിയ OTT അപ്ഡേറ്റുകളും എല്ലാമാണ് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് മലയാളത്തിൽ ഡബ് ചെയ്ത് റിലീസ് ചെയ്ത തെലുങ്ക് ആക്ഷൻ ക്രൈം ഡ്രാമ സീരീസ് ആണ് കോബാലി. സീരീസിന്റെ എല്ലാ 8 എപ്പിസോഡുകളും ഇപ്പം മുതൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി ഭാഷകളിൽ കാണാവുന്നതാണ്. ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന മികച്ച അഭിപ്രായം നേടി ബ്ലോക്ക് ബാസ്റ്റർ വിജയമായ വയലൻസ് ആക്ഷൻ ത്രില്ലർ മലയാളം ചിത്രമാണ് മാർക്കോ. 103 കോടി ബോക്സ് ഓഫീസ് കളക്ഷനും 115 കോടി ബിസിനസ് കളക്ഷനും നേടിയ ഹനീഫ് അദ്ദനി സംവിധാനം ചെയ്ത ഈ ചിത്രം ഫെബ്രുവരി 14 തീയതി സോണി ലീവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് സോണി ലീവ് പുറത്തുവിട്ടിട്ടുണ്ട്. സിനിമയുടെ കൂടുതൽ ദൈർഘ്യം വരുന്ന എക്സ്റ്റൻഡ് കട്ട് OTT റിലീസ് ചെയ്തേക്കുമെന്നും കൂടിയാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ വൂൾഫ് മാൻ എന്ന ഹോളിവുഡ് മിസ്റ്ററി ഹൊറർ ത്രില്ലർ ചിത്രം ഇന്ന് മുതൽ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ആയിട്ടുണ്ട്. രാംചരൺ നായകനാകുന്ന തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ശങ്കർ സംവിധാനം ചെയ്ത പൊളിറ്റിക്കൽ ആക്ഷൻ മാസ് തെലുങ്ക് പാൻ ഇന്ത്യൻ ചിത്രമാണ് ഗെയിം ചേഞ്ചർ. സിനിമ ഈ വരുന്ന വെള്ളിയാഴ്ച ഫെബ്രുവരി 7 തീയതി ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക്, കന്നഡ, തമിഴ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് ആമസോൺ പ്രൈം പുറത്തുവിട്ടിട്ടുണ്ട്. സിനിമയുടെ മലയാളം പതിപ്പ് 2 ആഴ്ചക്കുള്ളിലായിട്ട് OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് സ്ക്വിഡ് ഗെയിം എന്ന ആക്ഷൻ സർവൈവൽ ത്രില്ലർ കൊറിയൻ സീരീസിന്റെ മൂന്നാമത്തെ അവസാനത്തെ സീസൺ ജൂൺ 27 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സീരീസിന്റെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ഷെയ്ൻ നിഗം നായകനാകുന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ആക്ഷൻ തമിഴ് ചിത്രമാണ് മദ്രാസ്കാരൻ. ചിത്രം വരുന്ന ഫെബ്രുവരി 7 തീയതി തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് ആഹാ തമിഴിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും OTT റിലീസ് ചെയ്യുന്നതാണ്. പുതിയ അമേരിക്കൻ റൊമാന്റിക് കോമഡി ചിത്രമാണ് കൈൻഡ് പ്രഗ്നന്റ്. സിനിമ നാളെ ഉച്ചയ്ക്ക് 1:30 ഫെബ്രുവരി 5 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. കൊറിയൻ ആക്ഷൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ബൊഗോട്ട സിറ്റി ഓഫ് ലോസ്റ്റ്. ചിത്രം ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ആയിട്ടുണ്ട്. ആപ്പിൾ സിഡർ വിനെഗർ എന്ന പുതിയ ഓസ്ട്രേലിയൻ ക്രൈം ഡ്രാമ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ഫെബ്രുവരി 6 തീയതി ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. മിസിസ് എന്ന അവാർഡ് ഫാമിലി ഡ്രാമ ഹിന്ദി സിനിമ ഫെബ്രുവരി 7 തീയതി ഹിന്ദി ഭാഷയിൽ Z5ലൂടെ OTT റിലീസ് ആകുന്നതാണ്. മെഹ്ത ബോയ്സ് എന്നൊരു ഫാമിലി ഡ്രാമ ഹിന്ദി ചിത്രവും ഫെബ്രുവരി 7 തീയതി ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. അടുത്തത് ആമസോൺ പ്രൈമിന്റെ പുതിയ റൊമാന്റിക് കോമഡി ഫാന്റസി സോംബി കൊറിയൻ സീരീസ് ആണ് ന്യൂട്ടോപ്പിയ. സീരീസും ഫെബ്രുവരി 7 തീയതി ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യും. കൊറിയൻ ഭാഷയ്ക്ക് പുറമെ ഇംഗ്ലീഷ് ഭാഷയിലും OTT റിലീസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. രവി മോഹനും നിത്യ മേനോനും ചേർന്ന് അഭിനയിക്കുന്ന ആവറേജ് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ റൊമാന്റിക് തമിഴ് ചിത്രമാണ് കാതലിക്ക നേരമില്ലേ. സിനിമ ഫെബ്രുവരി പകുതിയോട് കൂടിയോ അല്ലെങ്കിൽ ഫെബ്രുവരി 14 തീയതിയോ നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. നന്ദമുരി ബാലകൃഷ്ണൻ നായകനാകുന്ന മികച്ച അഭിപ്രായം നേടി തിയേറ്ററിൽ വിജയിച്ച് 123 കോടി കളക്ഷൻ കടന്ന തെലുങ്ക് മാസ് ആക്ഷൻ ചിത്രമാണ് ഡാക്കു മഹാരാജ്. സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ഫെബ്രുവരി 7 തീയതിയോ ഫെബ്രുവരി 14 തീയതിയോ അല്ലെങ്കിൽ ഫെബ്രുവരി 7-14 ദിവസങ്ങൾക്കിടയിലായിട്ടോ OTT റിലീസ് ചെയ്യും. ഫെബ്രുവരി 9 ആണ് സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്. തെലുങ്കിൽ കഴിഞ്ഞ ജനുവരി മാസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ബ്ലോക്ക് ബാസ്റ്റർ വിജയമായ 240 കോടി കളക്ഷൻ കടന്ന മികച്ച അഭിപ്രായം നേടിയ ആക്ഷൻ കോമഡി വെങ്കടേഷ് ചിത്രമാണ് സംക്രാന്തിക്ക് വസ്തുന. Z5 OTT അവകാശം സ്വന്തമാക്കിയ സിനിമ അടുത്ത ആഴ്ചയിൽ OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. തെലുങ്ക് ഭാഷയ്ക്ക് പുറമെ തമിഴ് ഭാഷയിലും കൂടെ OTT റിലീസ് ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അവസാനത്തെ അപ്ഡേറ്റ് ഈ വർഷം തിയേറ്ററിലേക്ക് എത്തിയ മികച്ച അഭിപ്രായം നേടിയ 54 കോടി കളക്ഷൻ കടന്ന ബ്ലോക്ക് ബാസ്റ്റർ വിജയമായ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ആസിഫ് അലി നായകനാകുന്ന ഇൻവെസ്റ്റിഗേഷൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ മലയാളം സിനിമയാണ് രേഖാചിത്രം. സിനിമ മാർച്ച് മാസത്തോടു കൂടി തന്നെ സോണി ലീവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. മാർച്ച് പകുതിയോട് കൂടി തന്നെ സിനിമയുടെ OTT റിലീസ് ഉണ്ടാകാനാണ് കൂടുതലും സാധ്യത.